നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 152ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടി ശ്രീമതി ജലജയെക്കുറിച്ചിട്ടാണ്. സ്നേഹവും ബഹുമാനവും അതിലുപരി മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവുമുള്ള ഒരു താരം. രണ്ട് തവണയാണ് ഞങ്ങൾ നേരിൽ കാണുന്നതും സംസാരിക്കുന്നത്. ഒന്ന്, ഞങ്ങളുടെ ഒരു ക്ലബിൻ്റെ വാർഷികത്തിന് ക്ഷണിക്കാൻ പോയപ്പോഴും, പിന്നീട് അരവിന്ദൻ്റെ തമ്പ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിൽ. ഇത്രയും വിനയവും മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു അഭിനേത്രി എത്രയോ വർഷങ്ങൾക്ക് മുൻപിലാണ്, 10-30 വർഷങ്ങൾക്ക് മുൻപാണ് കണ്ടത്. കാണുകയും സംസാരിക്കുകയും വശ്യമായ വിനയത്തോടെയുള്ള പെരുമാറ്റം ഇന്നും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. അരവിന്ദൻ്റെ തമ്പ് എന്ന ചിത്രം ചിത്രീകരണ സമയത്ത് അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായി വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹത്തെ 3-4 തവണ കാണുകയുണ്ടായി. നിരാശത തന്നെ ഫലം. എങ്കിലും അതിൽ ഒട്ടും വിഷമം എനിക്കുണ്ടായില്ല. കാരണം മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലോ പ്രമാണം. നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കുക. നിരാശയും ദുഃഖവും മനുഷ്യ മനസ്സിന് ചേർന്നതല്ല. എന്തായാലും എത്രയോ കാലങ്ങൾക്ക് ശേഷം അന്നത്തെ അനുഭവങ്ങൾ എൻ്റെ കൃഷ്ണശിലയായി എന്ന എപ്പിസോഡിലൂടെ പറയുകയാണ്. കേൾക്കുകയും ചെയ്യുക. അത്ര പ്രശസ്തയായ ഒരു ചലച്ചിത്ര നടി. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെയും പത്മരാജൻ്റെയും അരവിന്ദൻ്റെയും അങ്ങനെ നിരവധി പ്രഗത്ഭരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു അഭിനേത്രി. അവരെക്കുറിച്ചിട്ടാണ് എൻ്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. കാണുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ